അസ്സലാമലൈക്കും പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്നവി ദർഇഷ്കിലെ ഖിസ്ത് ചഹാറും നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, ഷൗക്കും അതുപോലെ തന്നെ അയൽപക്കത്തുള്ള സൗദാഗരന്റെ സുഹൃത്തിലടിക്കുകയുമായിട്ട് എന്ത് ചെയ്തു, പരസ്പരം കണ്ടുമുട്ടി. അവരൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ കണ്ടുമുട്ടൽ പരസ്പരം എന്താണ്, ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ അവർ പരസ്പരം എന്ത് ചെയ്തു, ആഷിക്കോകെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ഇങ്ങനെയുള്ള കാര്യമാണ്. അപ്പൊ ഇതിനിടെ ഇങ്ങനെ അവരിങ്ങനെ ഇരിക്കാണ്, വൈകുന്നേരം വരെ എന്ത് ചെയ്തു, പരസ്പരം മുണ്ടാതെ എന്ത് ചെയ്തു, ഒരുപാട് നേരം പരസ്പരം അന്യോന്യം മുണ്ടാതെ കണ്ണോട് കണ്ണ് നോക്കിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇരുന്നു ശബ്ദമായിട്ട് മൂക്കമായിട്ട് എന്തെന്ന് ചെയ്യാന്ന് അറിയാതെ. ഈ സമയത്ത് എന്ത് ചെയ്തു, അടുത്തേക്ക് ഒരു കനീസ് വരികയാണ്. കനീസ് വന്നിട്ട് എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു, അവരോട് എന്തോ പറയാണ്, ഒരു സന്ദേശമായിട്ട് വന്നിരിക്കാണ് അല്ലെ. ഇങ്ങനെയുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ പോകുന്നത്. ബൈട്ടി നാഹക്ക്, ബൈട്ടി സഫ നമ്പർ എത്രയാണ്, 264 പേജ് കേട്ടോ. ബൈട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ, ഹോലിൻ കാത്തി ഹേ. ഓക്കെ, ബൈട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ. എന്നിട്ടോ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, തസ്നിയ ഇത് പഠിക്കാൻ നോക്ക്. ബേട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ. അടുത്ത എന്താണ് അറിയോ, അറിയില്ലല്ലോ. അമാജാൻ ആപ്കി, ആരുടെ, ആപ്കി. എന്താ ചെയ്യണത്, ബുലാത്തി ഹേ. എന്താണ്, ബുലാത്തി ഹേ. നോക്കൂ, ഇവിടെ ഏതാണ് പുതിയ വാക്ക്, നാഹക്ക്. നാഹക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹാമഹാ എന്ന് പറഞ്ഞാൽ എന്താണ് തസ്നീ, ഒരിക്കലും മറക്കൂല ഹാമഹാ അല്ലെ. ഹാമഹാ എന്ന് പറഞ്ഞാല് ബിലാ വജഹ് എന്ന് പറഞ്ഞാലും എന്താണ്, അതിന്റെ അതേ അർത്ഥമാണ് ഏത്, നാഹക്ക് എന്ന് പറയുന്നത്. എന്താണ് നാഹക്ക് എന്ന് പറഞ്ഞാല്, ഒരു ആവശ്യമില്ലാതെ വെറുതെ എന്താ പറയാ, നാഹക്ക് എന്ന് പറഞ്ഞാല് വെറുതെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ബൈട്ടി നാഹക്ക് ബി, ബൈട്ടി പറഞ്ഞാല് ഇരുന്ന്, ബൈട്ടി എന്ന് പറഞ്ഞാൽ ഇരുന്ന്, നാഹക്ക് ആവശ്യമില്ലാതെ, ഹോലിൻ എന്ന് പറഞ്ഞാൽ പേടിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥമാവുക എന്ന അർത്ഥം. കാന എന്ന് പറഞ്ഞാൽ ഏൽക്കുക എന്നാണ് അർത്ഥം. നമ്മൾ പഠിച്ചിട്ടില്ലേ, തീർക്കാന അമ്പ് ഏൽക്കുക, കൊള്ളുക. അല്ലെങ്കിൽ ഗം കാന പറഞ്ഞാൽ ദുഃഖിക്കുക അല്ലെ. നമ്മൾ പറയും ദുഃഖം ഏൽക്കുക, ദുഃഖിക്കുക എന്ന് അർത്ഥം വരുമല്ലോ ഗം കാന എന്ന് പറഞ്ഞാലും. അതേമാതിരി ഹോലിൻ കാന പറഞ്ഞാൽ ഭയക്കുക, അസ്വസ്ഥമാവുക, പരിഭ്രാന്തനാവുക. അപ്പൊ പറയാണ് ബൈട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ. ആവശ്യമില്ല, ഇരുന്ന് ആവശ്യമില്ലാതെ പിന്നെ അസ്വസ്ഥമാവുകയാണോ? ആര് പറയാണ്, കനീസ് പറയാട്ടത്. ബൈട്ടി നാഹക്ക് ബി. അപ്പൊ അതിനോട് ചോദ്യം ചോദിക്കും, പിന്നെ ബൈട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ, ഷേർ കിസ്നെ കിസ്സെ കഹാ എന്ന് ചോദിക്കും. അപ്പൊ നീ മറുപടി പറയണം, കനീസിനെ ജബുവോ मैदान आंगन में എന്താണ് പിന്നെ आंगन में എന്ത് ചെയ്യാണ്, अपने साहेलियों के साथ खेल रही थी. उस वक्त एक कनीज उनके पास आके बोली के बेटी नाहक भी होले കാത്തി ഹേ. എന്താണ്, ബേട്ടി ഇരുന്നിട്ട് എന്ത് ചെയ്യാ, ബേട്ടി നാഹക്ക് ബി. ഇത് ശരിക്കും എങ്ങനെ പറയാ, നാഹക്ക് ബേട്ടി ഹോലിയം ബി കാത്തി ഹേ. ഹോലിയം ബി അല്ല, ആവശ്യമില്ലാതെ നാഹക്ക് ബി ബേട്ടി നാഹക്ക് ബി ഹോലിയം കാത്തി ഹേ. ഇരുന്നിട്ട് ആവശ്യമില്ലാതെ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യാണ്, അസ്വസ്ഥമാവുകയാണോ. അമാജാൻ പറഞ്ഞാണ് പ്രിയപ്പെട്ട ഉമ്മ, ആപ്കി നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് ചെയ്യുന്നു, ബുലാത്തി ഹേ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് വരണം എന്നാണ് ആര് പറയണത്, കനീസ് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പൊ ബേട്ടി നാഹക്ക് ബി ഹോലിൻ കാത്തി ഹേ, ആവശ്യമില്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥമാവുകയാണോ. ഹോലിൻ എന്ന് പറഞ്ഞാൽ, ഹോലിൻ ഖാന പറഞ്ഞാൽ പേടിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഹോലിൻ ഖാന എന്ന് പറഞ്ഞാല് പേടിക്കുക, ഭയക്കുക എന്നതിനാണ് എന്താ പറയാ, ഭയക്കുക, പേടിക്കുക എന്നതിനാണ് ഹോലിൻ ഖാന എന്ന് പറയാ. പിന്നെ ബുലാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ പോട്ടെ, അടുത്തത് ഗേസു എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേസ് എന്ന് പറഞ്ഞാല് പറയൂ, എങ്ങനെ ഹവാസെ അല്ലെ. ഒന്ന് പുതിയൊക്കെ ലളിതമായ വാക്കുകൾ അല്ലെ.
ഹിൽത്തേഹേ എന്താണ്? ഹിൽത്തേഹേ. എന്താ ഹില്ല എന്ന് പറഞ്ഞാല്? ഹില്ല എന്ന് പറഞ്ഞാല് പറയും സ്പീഡിൽ ഞാൻ പറയുന്നത് ചെലിയേ 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 അബ് दोनों वक्त मिलते हैं वक्त मिलते हैं എന്ന് പറഞ്ഞ ഗേസു റുഖ് पर हवा से हिलते हैं അവളുടെ മുടി എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ മുടി എന്ത് ചെയ്യുന്നുണ്ട്? റുഖ് മുഖത്ത് വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഹവാസെ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. കാറ്റ് മൂലം എന്ത് ചെയ്യുന്നു? ഹില്ല. ഹിസ്സ എന്ന് പറഞ്ഞ മൂലം കാരണം അല്ലെ? ഹില്ല എന്ന് പറഞ്ഞ എന്താണ്? ഇളകുക അല്ലെ? ഇളകുന്നുണ്ട്, ഇളകുക. ഗേസു എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം. ഗേസു എന്ന് പറഞ്ഞാല് മുടി എന്നാണ് എല്ലാവർക്കും അറിയാം. റുഹ് എന്ന് പറഞ്ഞാലോ മുഖം എന്നാണ്. ചെഹര എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഗേസു റുഹ് പർ ഹവാസെ ഹിൽത്തെ. നമുക്ക് ആ മനോഹരമായ സീൻ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് ഈ സീൻ കേട്ടോ. ഗേസു റുഹ് പർ ഹവാസെ ഹിൽത്തി. അവര് ആ മുടി എന്ത് ചെയ്യുന്നു? പിന്നെ മുഖത്ത് പിന്നെ കാറ്റ് മൂലം എന്ത് ചെയ്യുന്നു? ഹിൽത്തേഹേ ഇളകുന്നു. അപ്പൊ എങ്ങനെയാണ്? ഹവാസെ ഗേസു റുഖ് പർ ഗേസു ഹവാസെ ഹിൽത്തേഹേ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശരിയായ ഉറുദുവിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ചെലിയെ ചെലിയെ ചെലിയ പറഞ്ഞാൽ ആയിക്കോട്ടെ. എനിവേ ചെലിയ എന്ന് പറഞ്ഞാല് പോയി എന്നല്ല അർത്ഥം. എന്നാലേ ആയിക്കോട്ടെ, എന്നാലേ നമ്മൾ പറയില്ലേ, എന്നാലേ ഒരു തീരുമാനിച്ചു. അബ് പറഞ്ഞാല് ഇനി. ദോനോ വക്ത് പറഞ്ഞാല് രണ്ട് സമയത്തും രാവിലെയും വൈകുന്നതും. ദോനോ വക്ത് എന്ത് ചെയ്യാം? മിൽത്തേ. മില്ല എന്ന് പറഞ്ഞാണ് കാണുക അല്ലെ? മിൽത്തെ കണ്ടുമുട്ടുക. മിൽത്തെ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടാം. ഇനി എന്ത് ചെയ്യാ? രണ്ട് സമയം എന്ത് ചെയ്യാം? കണ്ടുമുട്ടാം. അപ്പൊ ഫസ്റ്റ് കണ്ടിട്ടില്ല, ഇനി തുറക്കല്ലേ? അപ്പൊ ഫസ്റ്റ് ദിവസമല്ലേ? അപ്പൊ പറയണം ഗേസു റുഖ് പർ ഹവാസെ ഹിൽത്തേ ഹേ ചലിയേ ആയിക്കോട്ടെ. അപ്പൊ ദോനോ വക്ത് മിൽത്തേ ഹേ രണ്ട് സമയത്ത് എന്ത് ചെയ്യാം? രാവിലെയും ഷാമോ സുബഹോ സാം ദോനോ വക്ത് മിൽത്തേ ഹേ കാണാം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയില്ല. ഗേസു റുഖ് പർ ഹവാസെ ഹിൽത്തേ ഹേ ചലിയേ അബ് ദോനോ വക്ത് മിൽത്തേ ഹേ. അടുത്തത് മൂന്നാമത്തെ വരി സുൻകെ. സുൻകെ സുൻകെ പറഞ്ഞാൽ കേട്ടിട്ട് അല്ലെ? സുൻകെ എവിടുന്ന്? ലൗണ്ടി. ലൗണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലൗണ്ടി വേലക്കാരി എന്നാണ് അർത്ഥം. ഹാദിമ എന്നാണ് അർത്ഥം. കനീസ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ലൗണ്ടിക്ക് മുഹ്സെ. ലൗണ്ടിക്ക് മുഹ്സെ ഏ പ്യാം पैगाम. അപ്പൊ എന്താണ്? സുൻകെ ലൗണ്ടിക്ക് മുഹ്സെ ജൈസെ ഉन्होंने ये उसने ये पैगाम सुना ഗയി 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 കൈ എന്നല്ലോ അവിടെ വരട്ട് കൊടുക്കണ്ടോ? ഗയി കോട്ടേക്ക് കോട്ടേക്ക് നീച്ചെ. वो ഗുൽഫാം. അപ്പൊ ഇവരെവിടെ കളിക്കണപ്പോ? തട്ടുമ്പുറത്താണ് കളിക്കുന്നത്. സുൻകെ സുൻകെ കേട്ടിട്ട്. ലൗണ്ടിക്ക് മൂസെ വേലക്കാരിയുടെ വായിൽ നിന്ന് ഈ പൈഗാം ഈ സന്ദേശം കേട്ടപ്പോൾ കേട്ടിട്ട് ഗയി ആര് പോയി എവിടേക്ക് പോയി? കോട്ടയ്ക്ക് നീച്ച്. കോട്ട എന്ന് പറഞ്ഞാല് എഴുതി വെച്ചോ. കോട്ട എന്ന് പറഞ്ഞാല് ഉള്ളിലുള്ള ഒരു റൂം ഉണ്ടാവൂലേ? അന്ത്രൂനി കമ്ര ഉള്ളിലുള്ള അതിനാണ് എന്ത് പറയാ? കോട്ട എന്ന് പറയാ സാധാരണ. പിന്നെ എന്ത് പറയും? കോട്ട അന്ത്രോണി കമ്ര. പിന്നെ എന്തും അതിന് പറയുന്നതാണ് ബാലാഖാന. എന്താ ബാലാഖാന എന്ന് പറഞ്ഞാല് അറിയോ? തസ്നിയ ബാലാഖാന മുകളിലുള്ള വീട് അല്ലെങ്കിൽ എന്താണ്? ബാൽക്കണി എന്ന് പറയുന്നതാണ് ബാൽക്കണി. ബാൽക്കണിക്ക് എന്ന് പറയാം ബാലാഖാന എന്ന് പറയാം. അപ്പൊ കോട്ടക്ക് എന്താർത്ഥം നമ്മൾ വെച്ചാൽ മതി? ബാലാഖാന എന്ന് വെച്ചാൽ മതി. സുൻകെ ലൗണ്ടിക്ക മൂസൈ പൈഗാം ഈ വേലക്കാരിയുടെ മുഖത്തിൽ നിന്ന് ഈ സന്ദേശം കേട്ടിട്ട് ഗയി പോയി കോട്ടയ്ക്ക് നീച്ചെ ബാൽക്കണിയുടെ താഴത്തേക്ക് എന്ത് ചെയ്തു? പോയി. ആര്? ഗുൽഫാം. ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാം ചമട അല്ലെ? ചമട എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലി അല്ലെ? ഗുൽഫാം എന്ന് പറഞ്ഞാലോ നല്ല പൂ പോലത്തെ തൊലിയുള്ള, അതായത് സുന്ദരി. അപ്പൊ ഗുൽറു ഗുൽഫാം മെഹജബി വഗैरह खूबसूरत लड़की के लिए इस्तेमाल होते हैं.
ഓക്കെ. അപ്പൊ ഉസുൻകെ ലോണ്ടിക്ക് മൂസ ഈ പയ്യാം ലോണ്ടിന്റെ വായിൽ നിന്ന് ഈ സന്ദേശം കേട്ടിട്ട് അവൾ എന്ത് ചെയ്തു, പിന്നെ തട്ടിൻ പുറത്തുനിന്ന് താഴേക്ക് എന്ത് ചെയ്തു, പോയി. അടുത്തത് ഉസ്ക ജൽവ. ഉസ്ക ജൽവ. ജൽവ നമ്മൾ പഠിച്ചുകൊണ്ടില്ലേ മുമ്പ്. ഉസ്ക ജൽവ ന ജബ്. ജബ് नजर आया मे बी रोता हुआ उतर आया मे बी रोता हुआ ഉത്തർ ആയ. നോക്കൂ, ഉത്തർ ആയട്ടോ, അതല്ല. അപ്പൊ ഉസ്ക ജൽവ അവളുടെ ദർശനം. ജൽവക്ക് എന്തർത്ഥമുണ്ട്? ജൽവ എന്ന് പറഞ്ഞ പ്രകാശം എന്നർത്ഥം. പിന്നെ എന്ത് അർത്ഥമുണ്ട്? ദർശനം എന്ന് പറയും. ദർശനം എന്നും അർത്ഥമുണ്ട്. ഒരു ദിവസം ഞാൻ മുസ്തഖീം എന്നുള്ള MP ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന ताकि करते एक दोस्त था मेरा मध्य प्रदेश से. कई दिनों के बाद मेरी उनसे मुलाकात हुई. तो मैंने बोला बड़े दिनों के बाद आप जलवगर हो रही है. ജൽവഗർ ഹോന എന്ന് പറഞ്ഞാല് കാണുക. ജൽവഗർ ഹോന എന്ന് പറഞ്ഞാല് കാണാം. മനസ്സിലായില്ലേ? അപ്പൊ ജൽവഗർ ഹോന അറിയാം കേട്ടോ. അപ്പൊ ജൽവ എന്ന് പറഞ്ഞ ദർശനം. ഉസ്താദ് ജൽവ അവിടെ കാണാതായപ്പോൾ ദർശനം, അവളുടെ ദർശനം. ജബ് പറഞ്ഞ അപ്പോൾ, ആ സമയത്ത്. നസർ ആയ അവളുടെ ദർശനം കാണാത്തപ്പോൾ. അവളുടെ ദർശനം കാണാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മേ ബി ഞാനും. രോത്താ ഹുവ കരഞ്ഞുകൊണ്ട്. ഉത്തർ ആയ മൂപ്പര് എന്ത് ചെയ്തു? ബാമിലേക്ക് പോയിരിക്കല്ലേ. കാരണം മൂപ്പര് അന്തരീക്ഷം വല്ലാതെ മൂടിയിരിക്കായിരുന്നു ആ അവസ്ഥയില്. അപ്പൊ നന്നോട്ട് മഴ എന്ത് ചെയ്തു? തിമിർത്ത് പെയ്തു. പിന്നെ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനുമായിരുന്നു. ആകാശത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ആകാശത്ത് മഴവില്ല എന്ത് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പൊ മൂപ്പര് അസ്വസ്ഥത മാറ്റാൻ വേണ്ടിട്ട് മുകളിലേക്ക് വന്നാണ് അല്ലെ. അപ്പൊ ഉസ്ക ജൽവ ജബ് നസർ ന ആയ അവളെ ദർശനം കാണാത്തപ്പോൾ, അവളെ കാണാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനും മേ ബി ഞാനും രോത്താഹുവ എങ്ങനെയാണ്? കരഞ്ഞുകൊണ്ട്. ഉത്തർ ആയ ഇറങ്ങി വന്നു. എവിടേക്ക്? അടിയിലേക്ക് ഇറങ്ങി വന്നു. മനസ്സിലായില്ലേ? ഇതാര് പറയാണ്? ഷൗക്ക് പറയാണ്. ഉസ്ക ജൽവ എന്ന് പറഞ്ഞാൽ ദർശനം. അവളുടെ ദർശനം. ജൽവ നസർ ആന എന്ന് പറഞ്ഞാല് അവിടെ കാണുക എന്നാണ് അർത്ഥം. ഉസ്ക ജൽവ നസർ ആന എന്ന് പറഞ്ഞാല് കാണുക എന്നാണ് അർത്ഥം. എന്നാലോ ജബ്, ഇതിന്റെ ആദ്യം കൊടുക്കണം. ജബ് ഉസ്ക ജൽവ നസർ ന ആയ അവളുടെ ദർശനം കാണാത്ത അവസ്ഥയില്. കാണാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനും കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അടിയിലേക്ക് ഇറങ്ങി വന്നു. ഇനി നോക്കൂ. അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് മുലാഖാത്ത് ഇവിടെ എന്ത് ചെയ്തു? കഴിഞ്ഞു അല്ലെ. അപ്പൊ ഏതിനും ആദ്യം എന്തുണ്ടാവും? ഒരു മുലാഖാത്ത് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവുന്നതാണ്? മുലാഖാത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവുന്നതാണ്? പിന്നെ ഇഷ്കിന്റെ ഓരോ ഇതാണ്. രണ്ടാമത് എന്താവുന്നതാണ്? രണ്ടാമത് എന്തിനാണ്? ഹിജ്റാണ് അല്ലെ. ഹിജ്ർ പറഞ്ഞാണ് വിരഹം. ഇതിനെ കുറിച്ച് ഇഷ്ടംപോലെ നിങ്ങൾക്ക് എന്താണ് നാലാമത്തെ സെമസ്റ്ററിൽ ഗസലിൽ ഇഷ്ടംപോലെ കവിതകൾ നിങ്ങൾക്ക് എന്താവുന്നതാണ്? കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം മുലാഖാത്ത് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അവർ കണ്ടുമുട്ടി. പിന്നെ എന്ത് ചെയ്യാണ്? ഹിജറിലേക്ക് പ്രവേശിക്കാണ്. ഇനി എവിടേക്ക് പ്രവേശിക്കാണ്? ഹിജറിലുള്ള ഇവരുടെ അവസ്ഥ എന്താണ് പറയാട്ടോ. ഹിജറിന്റെ അവസ്ഥ, വിരഹത്തിന്റെ അവസ്ഥയില് ഈ പിന്നെ ആഷിക്കില്, അതായത് ഷൗക്കിന് എന്തൊക്കെയാണ് ഷൗക്കിന്റെ മനസ്സിൽ കടന്നു പോകുന്നത് എന്നുള്ള ആ ജസ്ബാത്ത് നിഗാരി ഇല്ലേ, ജസ്ബാത്ത് നിഗാരിന്റെ ഒരു മുറക്ക നിഗാരി ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നതാണ്. നോക്കാം. ഷാംസെ എന്ന് പറഞ്ഞാല് വൈകുന്നേരം മുതല്. ഫിർ പിന്നെ സഹർക്കി എന്ന് പറഞ്ഞാലോ ഇവിടെ കീ എന്ന് പറഞ്ഞ അർത്ഥമാണ് സഹറിന്റെ അല്ല, പിന്നെന്താണ്? സഹർ കർണ എന്ന് പറഞ്ഞാലാണ് നേരം വെളുപ്പിക്കുക. സഹർ കർണ എന്ന് പറഞ്ഞാല് നേരം വെളുപ്പിക്കുക എന്നാണ് അതിനർത്ഥം. സഹർക്കി അതപ്പോ ഇതിനർത്ഥം നേരം വെളുപ്പിച്ചു എന്നാണ് അർത്ഥം. സഹർക്കി മറുമറുക്കെ എന്ന് പറഞ്ഞാലോ കഷ്ടപ്പെട്ട്. ഷാംസെ മൂപ്പര് പറയാണ് ഷാംസെഫിർ വൈകുന്നേരം മുതൽ പിന്നെ സഹർക്കി നേരം വെളുപ്പിച്ചു. എങ്ങനെയാണ് നേരം വെളുപ്പിച്ചാൽ നിങ്ങൾക്കറിയോ? മറുമറിക്ക കഷ്ടപ്പെട്ടിട്ട് ഇടനീറായിട്ട് ഞാൻ എന്ത് ചെയ്തത്? മറുമറിക്ക എന്ന് പറഞ്ഞാൽ മറുമറിക്ക ജീന എന്ന് പറഞ്ഞതാണ്
കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. മറുമറുക്ക് ജീന എന്ന് പറയാ. അപ്പൊ ഷാം സെ ഫിർ സഹർക്കി മറുമറുക്കെ എന്താണ് സഹർ കരണം എന്ന് പറഞ്ഞാൽ നേരം വെളുപ്പിക്കുക, നേരം വെളുപ്പിക്കുക. വൈകുന്നേരം മുതൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇടങ്ങേറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കാരണം വിരഹത്തിന്റെ രാത്രിയാണല്ലേ. ഹിജറയ്ക്ക് രാത്രി വോ കൈസെ ഗുസാരി ഉസ്കി മുറക്കാനികാരി യഹാ പേഷ് കർ രഹേ ഹൈ കോൻ ഷൗക്ക്. ശബുവോ കാടി, ശബുവോ ശബ് പറഞ്ഞ രാത്രി. രാത്രി എങ്ങനെ കാട്ടിന എന്ന് പറഞ്ഞാൽ അറിയോ? ഗുസർന എന്ന് പറഞ്ഞാല്, ഗുസർന പറഞ്ഞാൽ കടന്നു പോവുക, നല്ല രീതിയിൽ എന്ത് ചെയ്തു. മേരി ജിന്ദഗി ഐഷോ അഷറത്ത് ഗുസരി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നന്ദിന്റെ ജീവിതം നല്ല സുഖലോലുപതിൽ എന്ത് ചെയ്തു കഴിഞ്ഞു പോവുക എന്നാണ് അർത്ഥം. ഇന്ന് കാട്ടിന എന്ന് പറഞ്ഞാല് ഇടങ്ങേറായിട്ട് പ്രയാസപ്പെട്ട് കഴിച്ചു കൂട്ടുക എന്ന് പറയില്ലേ, കഴിച്ചു കൂട്ടുക കാട്ടിന. ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജയിലിലേക്ക് കഴിച്ചു കൂട്ടുക. ജയിലിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സുഖകരമായ ജീവിതമാണോ? സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരാളുടെ ജീവിതം നല്ല സുഖകരമായിരിക്കില്ല. അപ്പൊ ജയിൽക്ക് സസ കാട്ടി എന്ന് പറഞ്ഞാലോ, ജയിൽ ശിക്ഷ എന്ത് ചെയ്തു, ഞാൻ അനുഭവിച്ചു അർത്ഥം അല്ലേ. കൈ സാൽ ജയിക്ക് ജിന്ദഗി കാട്ടി എന്ന് പറഞ്ഞാലോ, പിന്നെ ജയിൽ ജീവിതം ഞാൻ എന്ത് ചെയ്തു, കഴിച്ചു കൂട്ടി എന്നാണ് അർത്ഥം അല്ലെ. കാട്ടിന എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടുക എന്നർത്ഥം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഗുസറിനെയും കാട്ടിനെയും തമ്മിലുള്ള വ്യത്യാസം. ഗുസറിന എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടെ, കാട്ടിന എന്ന് പറഞ്ഞാലോ ഇടങ്ങേറായിട്ട് കഴിച്ചു കൂട്ടുക. മനസ്സിലായി? രണ്ടിന്റെ അർത്ഥം കഴിച്ചു കൂട്ടുക എന്ന് തന്നെയാണ്. ടു പാസ്, ടു പാസ് എന്നാണ് അർത്ഥം, കഴിച്ചു കൂട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ കാട്ടിനെന്റെയും ഗുസറിനെന്റെയും അർത്ഥം രണ്ടും രണ്ടാണ്. അപ്പോ ഷബ് വോ അവൾ എന്ത് ചെയ്തു, ഷബ് വോ കാട്ടി, ഷബ് വോ കാട്ടി എങ്ങനെ കഴിച്ചു കൂട്ടി, എങ്ങനെ കഴിച്ചു കൂട്ടിയത്? ഖുദാ ഖുദാ കർക്കെ എന്നാണ്. ഷബുവോ കാട്ടി എങ്ങനെയാണ്? ഖുദാ ഖുദാ കർക്കെ. എങ്ങനെയാണ് ഖുദാ ഖുദാ കർക്കെ എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു കൂട്ടി. രാത്രി എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? ഖുദാ ഖുദാ കർക്കെ എന്ന് പറഞ്ഞാൽ ഇടങ്ങേറായിട്ടാണ് എന്ത് ചെയ്തത്, ഇടങ്ങേറായിട്ടാണ് എന്ത് ചെയ്തത്, കഴിച്ചു കൂട്ടിയത്. ഖുദാ ഖുദാ കർക്കെ. ഓക്കെ. ഷാം സെ ഫിർ സഹർ കി മറുമറുക്കെ, വൈകുന്നേരം മുതൽ വീണ്ടും പിന്നെ എന്ത് ചെയ്തു, നേരം വെളുപ്പിച്ചു. എങ്ങനെയാണ് നേരം വെളുപ്പിച്ചത്? മറുമറുക്കെ, വളരെ കഷ്ടപ്പെട്ടിട്ട് ഇടങ്ങേറായിട്ട്. ഷബുവോ കാട്ടി ഖുദാ ഖുദാ കർക്കെ, രാത്രി കഴിച്ചു കൂട്ടി. രാത്രി എന്ത് ചെയ്തു, കഴിച്ചു കൂട്ടി. എങ്ങനെ കഴിച്ചു കൂട്ടിയത്? ഖുദാ ഖുദാ കർക്കെ, കഷ്ടപ്പെട്ടിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ. ഇതാരാണ്? ഇത് മാഷൂക്ക് കേട്ടോ, ഇത് മാഷൂക്കാണ്. ഇതാരാണ്? ആഷിക്കാണ് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞു. പടുകയാ, പടുകയാ എന്നാണ്. പടുകയ അടുത്ത വരി. പടുകയാ ദിൽമേ, ദിൽമേ ഗംസെ, ഗംസെ एक नासूर, यही उस दिन से पड़ गया दस्तूर, यही उस दिन से पड़ गया दस्तूर. पड़ गया दिल में गम से एक नासूर. पड़ गया, പഠന, നാസൂർ പഠന എന്ന് പറയുന്നതാണ്. നാസൂർ പഠന, നാസൂർ പറയുന്നതാണ് കുഞ്ഞു നാസൂർ. പഠിച്ചിട്ടില്ലേ? വ്രണം അല്ലേ? സഹം, സഹം എന്ന് പറഞ്ഞാൽ മുറിവ്, മുറിവ് അല്ലെങ്കിൽ എന്താണ് വ്രണത്തിനെന്ന് പറയാ നാസൂർ എന്ന് പറയാ കേട്ടോ. നാസൂർ പഠന എന്ന് പറഞ്ഞാലോ വ്രണം സംഭവിക്കുക, അല്ലെങ്കിൽ മുറിവ് പറ്റുക, അല്ലെങ്കിൽ വ്രണം ഏൽക്കുക. പഠന, പഠനാറ സംഭവിക്കുക. അപ്പൊ ദിൽമേ മനസ്സിൽ, എവിടെ, എന്തുകൊണ്ട്? ഗംസെ ദുഃഖം കാരണം കൊണ്ട്. അപ്പോ ദിൽമേ ഗംസെ ഏക് നാസൂർ പടുകയാ, മനസ്സിൽ ദുഃഖം കാരണം കൊണ്ട് ഒരു വ്രണം എന്ത് ചെയ്തു, സംഭവിച്ചു. ഒരു മുറിവ് എന്ത് ചെയ്തു, ഏറ്റു, മുറിവേറ്റു. പിന്നെ യഹി ഉസ് ദിൻ സെ, ഇത് തന്നെ, ഇങ്ങനെ തന്നെ. അപ്പൊ എന്ത് ചെയ്തു, ഒരുപാട് തവണ മുറിവേറ്റു. അപ്പം അത് മുതൽ തന്നെ ഉസ് ദിൻ സെ, അന്ന് മുതൽ എന്ത് ചെയ്തു, പടുകയാ ദസ്തൂർ. ദസ്തൂർ എന്ന് പറഞ്ഞാൽ ദസ്തൂർ, ദസ്തൂർ പഠന എന്ന് പറഞ്ഞാല്, ദസ്തൂർ പറഞ്ഞാൽ നിയമം, ദസ്തൂർ പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം കേട്ടോ. ദസ്തൂർ പറഞ്ഞാല് നിയമം. പിന്നെ എന്തർത്ഥമുണ്ട്? പതിവ് എന്നർത്ഥമുണ്ട്. ദസ്തൂർ പഠിക്കുക എന്ന് പറഞ്ഞാലോ ഒരു പതിവായി തീർന്നു. ദസ്തൂർ പഠന എന്ന് പറഞ്ഞാല് ഒരു പതിവായിട്ട് തീർന്നു. പഠികയാ ഉസ് ദിൽമേ, പഠികയാ ദിൽമേ ഗംസെ ഏക് നാസൂർ, മനസ്സിൽ ദുഃഖം കാരണം കൊണ്ട് ഒരു വ്രണം, ഒരു വേദന എന്ത് ചെയ്തു, സംഭവിച്ചു. ഒരു മുറിവ് എന്ത് ചെയ്തു, ഏറ്റു. അന്ന് മുതൽ എന്ത് ചെയ്തു, ഈ മുറിവ് എന്താണ്, മുറിവ് എന്നും ഏൽക്കുന്നുണ്ട്.
ഇതില്ലേ മുറിവേറ്റില്ലേ, ആ മുറിവ് യഹി ഉസ് ദിൻ സെ, ആ ദിവസം മുതൽ എന്ത് ചെയ്തു ഒരു ദസ്തൂർ പതിവായി തീർന്നു. ഒരു ദസ്തൂർ പഠനം എന്ന് പറഞ്ഞാല് നിയമമാവുക അല്ലെങ്കിൽ പതിവാവുക എന്നാണ് ഇതിന്റെ അർത്ഥം. സാധാരണ ബദസ്തൂർ എന്നാലോ, ബദസ്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പതിവ് പോലെ. ബദസ്തൂർ ജാരി ഹേ എന്ന് പറഞ്ഞാല് പതിവ് പോലെ എന്ത് ചെയ്യുന്നു, തുടരുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കൂ, പടുകയാ ദിൽ മേ ഗം സെ ഏക് നാസൂർ, പിന്നെ മനസ്സിൽ ദുഃഖം കാരണം കൊണ്ട് ഒരു മുറിവ് ഏറ്റപ്പോൾ അന്ന് മുതല് ഇതേ മുറിവ് എന്ത് ചെയ്തു, ഇതൊരു ശീലമായി, ഇത് എന്നും എന്ത് ചെയ്തു, ഇത് ഒരു വ്രണമാവാൻ എന്ത് ചെയ്തു, ഒരു മുറിവ് ഇങ്ങനെ എന്ത് ചെയ്തു, താസ ഹോത്താ ജാ രഹാ ഹൈ, അതെന്താണ്, അതേപോലെ ഉണങ്ങാതെ നിന്നു നിലനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ദസ്തൂർ പഠനം പറഞ്ഞാല് പതിവാകുക, അന്ന് മുതൽ തന്നെ, പിന്നെ അന്ന് മുതൽ ഇതൊരു പതിവായി തീർന്നു. ഏത് ഓക്കെ. അടുത്തത് ദിൻമേ സൗ ബാർ. ഇപ്പൊ ഇനി നോക്കിക്കോട്ടോ, ഈ ഹിജർ की जो कैफियत होती है उसकी तस्वीर कशी यहाँ पर होती है. गौर से देखिएगा, सुनिएगा और समझेगा. दिन में सौ बार बाम पर आना, दिन में 100 बार बाम पर आना, बाम पर जाना, देखना, बालना, चले आना. ഓക്കെ. ദിൻമേ 100 ബാർ, ദിവസത്തിൽ 100 തവണ ബാംപർ ആന, തട്ടിമ്പുറത്തേക്ക് ചെല്ലുക. എന്നിട്ട് എന്താ ചെയ്യണത്? ദേക്കിന, ബാലന, ചലയാന, ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. ദിൻമേ ദിവസത്തിൽ 100 തവണ എന്ത് ചെയ്യുന്നു? ബാംപർ, തട്ടിമ്പുറത്തേക്ക് നിന്ന് ചെല്ലുന്നു, പോണു. അവന്റെ അവസ്ഥയാണ്, അവന്റെ വിരഹത്തിന്റെ അവസ്ഥയിൽ അവരുടെ അവസ്ഥയാണ്. മാഷൂക്ക വരുന്നുണ്ടോ, മാഷൂക്കനെ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു. പിന്നെ 4 പറഞ്ഞ ദേക്കിന. ബാലന എന്ന് പറഞ്ഞാലും നോക്കുക എന്ന് തന്നെ അർത്ഥട്ടോ. ബാലന എന്ന് പറഞ്ഞാല് നോക്കുക. എന്നിട്ടോ നിരാശനായിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു വരിക. നോക്കിക്ക, ദിന്നെ ദിവസത്തിൽ ഒരുപാട് തവണ, സൂബർ പറഞ്ഞാൽ 100 തവണ അല്ല കേട്ടോ, ഒരുപാട് തവണ എന്നാണ് അർത്ഥം. ഒരുപാട് തവണ എന്ത് ചെയ്തു? തട്ടിമ്പുറത്തേക്ക് പോകുക, നോക്കുക, പിന്നെയും 4 നല്ല ശ്രദ്ധിച്ചു നോക്കുക, എന്നിട്ട് തിരിച്ചു വരിക, കാണാതെ നിരാശനായിട്ട് തിരിച്ചു വരിക. ഇത് ഓന്റെ അവസ്ഥയാണ്. അപ്പോ മനസ്സിലായില്ലേ? ജബിനെ ദേക്കാം, जब न देखा वहां पर ആ ഗുൽറൂനെ, ആ മെഹജബീനെ, ആ ഗുൽഫാമിനെ അവിടെ കാണാത്തപ്പോൾ, ജബിനെ ദേക്ക കാണാത്തത് കൊണ്ട്, കാണാത്തപ്പോ, ജബിനെ ദേക്ക അവൻ കാണാത്തപ്പോൾ, വഹാപ്പർ എവിടെ? അപ്പുറത്തെ ബാമില് കാണാത്തപ്പോൾ. ആരെ? ഗുൽഡു, മെഹജബീനെ, മാഷൂഖാനെ കാണാത്തപ്പോൾ. ഫറത്തെ പറഞ്ഞാല് ഫറത്തെ ഗംസെ നിക്കൽപടേ. എന്താണ്? നിക്കൽപടേ. ആസു എന്താണ്? ഫറത്ത് പറഞ്ഞ ആധിക്യം എന്നാണ്. ബഹത്താത്ത്, കിസി ചീസ് की जो ബഹത്താത്ത് होती है उसी को ഫറത്ത് എന്ന് പറയുന്നു. അത് അറബി വാക്കാണ്. ആധിക്യം എന്ന് പറയും, ബർമാർ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? ഷിദ്ദത്ത് എന്താണ്? ഷിദ്ദത്ത്, ശക്തി. അപ്പം ഇവിടെ ആധിക്യം എന്ന് വെച്ചാൽ മതി. ഫറത്ത് എന്തിന്റെ ആധിക്യം? അപ്പം ദുഃഖത്തിന്റെ ആധിക്യം കാരണം കൊണ്ട്, ശക്തി കാരണം കൊണ്ട്, അല്ലെ? ഫറത്തെ ഗംസ് എന്ന് പറഞ്ഞാലോ ശക്തമായ ദുഃഖം കാരണം കൊണ്ട്. നിക്കൽപടെ പുറപ്പെട്ടു, സമയപ്പെടുന്നതാണ് എന്ത് ചെയ്തു? പുറപ്പെട്ടു. എന്ത്? ആസു കണ്ണുനീരെന്ത് ചെയ്തു? ഒഴുകി. കണ്ണുനീരെന്ത് ചെയ്തു? ഒഴുകി. മനസ്സിലായോ? അപ്പൊ ജബിനെ ദേക്കാ വഹാപ്പർ, അവിടെ എന്ത് ചെയ്തു? കാണാത്തപ്പോൾ. ആരനെ? ഗുൾഡുവിനെ കാണാത്തപ്പോൾ അവൻ ഫർത്തേ ഖംസെ, അവർക്ക് വല്ലാതെ നിരാശ വന്നു. അപ്പൊ എന്ത് ചെയ്തു? നിരാശ വന്നപ്പോ എന്ത് ചെയ്തു? ഫർത്തേ ഖംസെ, ദുഃഖത്തിന്റെ ആധിക്യം കാരണം കൊണ്ട്, ദുഃഖത്തിന്റെ ശക്തി കാരണം കൊണ്ട്, നിക്കൽപടെ ഒഴുകി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പട എന്തിനാ കൊടുത്തിരുന്നത്? നിക്കൽ പഠന എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള അർത്ഥം, സ്പീഡിൽ എന്നതിന്റെ അർത്ഥം പറയുക. പിന്നെ നിക്കൽപട എന്ന് പറയാം കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ റെസ്പോൺസ് ഉണ്ടാവൂലേ? ആസു എന്ന് കണ്ണുനീര് എന്ത് ചെയ്തു? ഒഴുകി. പെടുന്നതിന് എന്ത് ചെയ്തു? ഒഴുകി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ജബിനെ ദേക്കാ വഹാ പർ ഗുൽറു, നേരെ നോക്കട്ടോ. ജബിനെ ദേക്കാ വഹാ പർ ഗുൽറു ഫറത്തെ ഗംസെ നിക്കൽപടേ ആസു. അടുത്തത്
ലാക്ക് ചാഹ, ലാക്ക് ചാഹ, നേരെ നോക്കോട്ടെ, ലാക്ക് ചാഹ, ലാക്ക് ചാഹ ന ഹോ സകാ, ന ഹോ സകാ, ന ഹോ സകാ ദിൽ സഖ്ത്. പെർ അവിടെ പി എന്ന് കൊടുത്തിട്ടാണ് പെർ എന്ന് കൊടുക്കണ്ടോ. പെർ പെർ തസ്കീൻ ഹോയി, തസ്കീൻ തസ്കീൻ ഹോയി, യെ ആമദോ റഫ്ത്, യെ ആമദോ ആമദോ റഫ്ത്. നോക്കൂ, ലാക്ക് ചാഹ, ലാ ചാഹ, ചാഹന എന്ന് പറഞ്ഞാണ് തസ്നി ആഗ്രഹിക്കുക അല്ലെ. ചാഹന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ചാഹ എന്ന് പറഞ്ഞാലോ ആഗ്രഹിച്ചു. എന്നാൽ ലാക്ക് ചാഹ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് എന്ത് ചെയ്തു ആഗ്രഹിച്ചു. ന ഹോസക്ക സാധിച്ചില്ല, എന്ത് സാധിച്ചില്ല, ദിൽ സക്ത് മനസ്സെന്തില്ല മനസ്സ് ശക്തമാക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു. ദിൽ സക്ത്, സക്ത് പറഞ്ഞാണ് കഠിനം അല്ലെ, ശക്തി. സക്ത് ഓനെന്ന് പറഞ്ഞാലോ, അതിൽ സത്വാന എന്ന് പറഞ്ഞാലോ മനസ്സ് കഠിനമാവുക, മനസ്സ് നല്ല ശക്തി. അവിടെ എന്താ പറയാ, മനസ്സിനൊരു ബലം കിട്ടാൻ എന്തില്ല, സാധിച്ചില്ല, മനസ്സെന്തില്ല കഠിനമായില്ല എന്നാണ് അതിന് പറഞ്ഞത് കേട്ടോ. മനസ്സിന് ഒരു ബലം കിട്ടിയില്ല. ലോലതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, സഖ്ത് എന്ന് പറയാം. നർമി, നർമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഖ്ത് എന്ന് പറയട്ടോ. നറമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഖ്ത് എന്ന് പറയാ. അപ്പൊ ലാക്ക് ചഹ ഒരുപാട് ഞാൻ കൊതിച്ചു, ആഗ്രഹിച്ചു. ഓസക്ക സാധിച്ചില്ല, എന്തുവാ സാധിച്ചില്ല, ദിൽ സഖ്ത്, ദിൽ സഖ്ത് ഓസക്ക മനസ്സ് കഠിനമായില്ല, മനസ്സെന്തില്ല കഠിനമായില്ല, മനസ്സെന്തില്ല കഠിനമായില്ല. പക്ഷേ ഞാൻ ഒരുപാട് എന്ത് ചെയ്തു, കാരണം എന്താണ്, ഒരുപാട് 100 തവണ നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ച് മുകളിലേക്ക് പോകുന്നു, താഴത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരാളെ കാത്തിരിക്കുക. ഇനി കാത്തിരിപ്പ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ, ഇന്തിസാർ അശദ് മിനൽ മൗത്ത്, നമ്മളെ കാത്തിരിപ്പ് എന്നുള്ളത് എന്താ, എന്തിനേക്കാളും എന്താണ് ദസ്നി, മരണത്തെക്കാളും എന്താണ്, തക്ലീഫ് ദ ഹോത്തെ ഹെ, മുജ്സെ ജ്യാദ തക്ലീഫ് ദ ഹോത്തി ഹെ, ഹോത്താ ഹെ ഇന്തിസാർ. കാത്തിരിപ്പ് എന്താണ്, മരണത്തെക്കാളും വലിയ എന്താണ്, വേദനാജനകമായുള്ള അവസ്ഥയാണ് അല്ലെ. നമുക്ക് ബസ് കാത്തുനിന്ന് നമ്മൾ ആലോചിച്ചാൽ ബസ്സിനെ കാത്തിരുന്നു, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ബസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാഭാവിക നമ്മ തൊബിയത്ത് എന്താവുന്നതാണ്, നാസാസോ ജയിക്കില്ലേ, നമ്മുടെ മനസ്സ് പടതാവും അല്ലേ. അപ്പൊ അതേമാതിരിയാണ് ലാക്ക് ചാഹ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. ഓസക്ക സാധിച്ചില്ല, എന്തിൽ സഖ്ത് മനസ്സെന്തില്ല ശക്തിപ്പെടാനെന്തില്ല ആയില്ല, സാധിച്ചില്ല. പക്ഷേ തസ്കീൻ പോയി, ഒരു സമാധാനമായി. തസ്കീൻ പോയി എന്ന് പറഞ്ഞാല് സമാധാനമായി. എന്തു ആമദോറോഫ്ത്ത്, ഈ വരവും പോക്കില്ലേ, മുകളിലേക്ക് ഇങ്ങനെ പോവുക, പിന്നെ താഴത്തേക്ക് വരിക, പിന്നെയും മുകളിലേക്ക് പോവുക, പിന്നെ അവിടെ ദേക്കിന ബാലന ചലയാന ഫിർജാന വാപ്പസാന. ഈ ആമദോ പറഞ്ഞാല് വരവ്, റഫ്ത്ത് പറഞ്ഞാല് പോക്ക്. ആമദോ റഫ്ത്ത് എന്ന് പറഞ്ഞാലോ ഈ പിന്നെ വരവും പോക്കും. ഈ വരവും പോക്കും എന്ത് ചെയ്തു, മനസ്സ് വല്ലാത്തൊരു സമാധാനം കിട്ടി. വെറുതെ ഇരിക്കണ എന്ത് ചെയ്തു, അവനാനാവുന്നത് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു ചെയ്തു. അപ്പൊ ഇത് മൂപ്പര് പറയാണ്, തസ്കീൻ പോയി, സമാധാനമായി. ഈ ആമദോ റഫ്ത്ത്, ഈ വരവും പോക്കും എന്ത് ചെയ്തു, വല്ലാത്തൊരു സമാധാനം ആയി. അടുത്തത് ഗുസരെ കുച്ച് ദിൻ ജോ റഞ്ജ് കെ മാറേ, ഗുസരെ 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 കുച്ച് ദിൻ ജോ റഞ്ജ് കെ മാറേ. റഞ്ജ് എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെ, മാറേ എന്ന് പറഞ്ഞാൽ മൂലം, കാരണം, പിടിച്ചിട്ട് അല്ലെ. ഗുസരെ കുച്ച് ദിൻ ജോ റഞ്ജ് കെ മാറേ, ദർ ദർ ഹാർ ഹോ ഗയേ സാരേ, ദർ 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 ഹാർ ഹോ ഗയേ. സാരേ എന്താണ്, ദർ ദർ ഹാർ ഹോ ഗയേ സാരേ, ഗുസരെ കുച്ച് ദിൻ ജോ റഞ്ജ് കെ മാറേ. ഗുസരെ കടന്നുപോയി, കുച്ച് ദിൻ കുറച്ച് ദിവസം എന്ത് ചെയ്തു, ഇങ്ങനെ കടന്നുപോയി. ഇങ്ങനെ കുറെ അവൻ എന്ത് ചെയ്യുന്നതാണ്, രാത്രി എന്ത് ചെയ്യുന്നതാണ്, വളരെ കതികെട്ടിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ കഴിയാതെ ഇങ്ങോട്ട് ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ എന്ത് ചെയ്തു, അസ്വസ്ഥമായിട്ട് എന്ത് ചെയ്തു, രാത്രി കഷ്ടപ്പെട്ട് കഴിച്ചു കൂട്ടി. ഹിജറിലോന കൈഫത്താണ് വിരഹത്തിന്റെ കാമുകന്റെ അവസ്ഥയാണ് അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു, അവർക്ക് അവന്റെ മനസ്സിലേറ്റ ആ മുറിവില്ലേ, ആ മുറിവ് എന്ത് ചെയ്തു, ഇന്നും അതേപോലെ എന്ത് ചെയ്തു തുടർന്നു. പിന്നെ ദിവസവും അവന്റെ പണി എന്താണ്, പിന്നെ ബാമിലേക്ക് പോവുക, നോക്കുക, ബാലന ചലയാന, അതുപോലെ ഒരുപാട് എന്ത് ചെയ്തു, അവന്റെ എന്ത് ചെയ്തു, കാണാത്തപ്പോ എന്ത് ചെയ്തു,
ഫർത്തഹുംസെ ആസുബഹാന കണ്ണുനീരെന്ത് ചെയ്യുക ഒഴിക്കുക, കണ്ണുനീർ കരയുക, ഇതൊക്കെ അവന്റെ ആഗ്രഹം. അവൻ ഒരുപാട് ശ്രമിച്ചു എന്റെ മനസ്സെന്തെങ്കിലും ഒന്ന് ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ആയിരിച്ചു. പക്ഷെ ശക്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, മനസ്സെന്തില്ല ശക്തിപ്പെട്ടില്ല. പക്ഷെ ഈ വരവും പോക്കും അദ്ദേഹത്തിന് വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമായി തീർന്നു അല്ലെ. പിന്നെ ഇങ്ങനെ ഈ ഒരു അവസ്ഥ അല്ലെ ഗുസരി കുച്ചുദ്ദീൻ ഇങ്ങനെ കുറച്ചു കാലം എന്ത് ചെയ്തു കഴിച്ചുകൂടി. ഗുസർണ എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടുക. ഗുസരി കുറച്ച് ദിവസം കഴിഞ്ഞുകൂടി പിന്നിട്ടു. ജോ ജോ എന്ന് പറഞ്ഞാൽ ജോ അഗർ ജബ് ജബ് ജബ്. അപ്പോൾ റഞ്ചിറ ദുഃഖം അല്ലെ, ദുഃഖ് ഗം അല്ലെ. പിന്നെ എന്താണ് റഞ്ചിക്ക് മാറി എന്ന് പറഞ്ഞാല് ദുഃഖം പിടിച്ചിട്ട്, ദുഃഖം മൂലം ദുഃഖം പിടിച്ചിട്ട് എന്ത് ചെയ്തു കുറച്ച് ദിവസം പിന്നിട്ടപ്പോൾ ദുഃഖം പിടിച്ച് കുറച്ച് ദിവസം ചെയ്തു പിന്നിട്ടപ്പോൾ എന്താ സംഭവിച്ചറിയോ തുസിനി? എന്താ ഈ ഹാർ എന്ന് പറഞ്ഞാല് അറിയോ? ഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണ്ട. എന്താ ഈ കാണ്ട എന്ന് പറഞ്ഞാല്? മുള്ള്. എന്താ പറയാ? മുള്ള്. എന്ത് ചെയ്തു? ഹാറോകെ സാരെ സാരെ മുഴുവൻ വീട് മാതിരി അല്ലെ. ഹാറോകെ എന്ന് പറഞ്ഞാലോ വീട് എല്ലാ ഭാഗവും മൂപ്പർക്ക് എന്ത് ചെയ്തു? ഹാർ ഓന എന്ന് പറഞ്ഞാൽ അസഹ്യമായി. എന്താണ്? അസഹ്യമായി. അതായത് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളെന്തില്ല, നമ്മളൊരു പാർട്ടിക്ക് പോയി, നമ്മളൊരു ഉദാഹരണം നമ്മൾ ആലോചിക്കുക, ഒരു പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? കൂട്ടുകാര് നമ്മളോടൊപ്പം ഇല്ല, അപ്പൊ ഒരുമിച്ച് ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കുന്ന കൂട്ടുകാർ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ആ പാർട്ടി നല്ല ഉസാറാക്കാറും എല്ലാതും ആരവങ്ങളും ഒക്കെ ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ എന്തായാലും ആ പാർട്ടിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ. അപ്പൊ അതേമാതിരി എന്ത് ചെയ്തു? പിന്നെ എഴുപ്പാറില്ല, പിന്നെ ദോസ്ത് യാറ് ആരോടൊപ്പമല്ല? ഈ ഷോക്കിനൊപ്പമല്ല. അപ്പൊ ഷോക്ക് പറയണ തന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് ഹാറുകയെ വീട് വാതിൽ പറഞ്ഞ എല്ലാ ഭാഗം പറഞ്ഞാല് വാതിലുകളല്ല കേട്ടോ, എല്ലാ ഭാഗവും എനിക്ക് എന്ത് ചെയ്തു? ഇവിടെ നോക്കിയാൽ ഇച്ചിരി സന്തോഷം കിട്ടുന്നില്ല, അവിടേക്ക് നോക്കിയാലും ഇവിടേക്ക് നോക്കിയാലും ഒക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, കടക്കുണ്ട്, അവന്മാർക്ക് വീട്ടുകാരുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്തില്ല ഹാറുകയെ സാരെ വീട് ആകെ എല്ലാ ഭാഗം എനിക്ക് എന്ത് ചെയ്തു? ഒരു അസഹ്യമായിട്ട്, കണ്ണിനൊരു കരടായിട്ട് അസഹ്യമായിട്ട് എന്ത് ചെയ്തു? തീർന്നു. സാരിയറ എല്ലാതും. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഇവിടെ എന്താ പറഞ്ഞത്? മൊത്തം എന്താ ഇവിടെ പറഞ്ഞിട്ട് ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഹിജ്റക്ക് പിന്നെ ഹിജ്റക്ക് ദിൻ കൈസെ ഗുസാരെ ആഷിക്ക് ഇവിടെ മൊത്തം പറഞ്ഞിട്ട് ഇപ്പൊ മൊത്തം എന്താ പറഞ്ഞിട്ടുള്ളൂ? ആഷിക്ക് ഫിറാഖെ യാറുമേ ഷബോരോസ് കൈസെ കാട്ട. അപ്പോ കാമുകനെ പിന്നെ വിരഹത്തിന്റെ ദിവസത്തില് വിരഹത്തിന്റെ രാപ്പകലുകൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്നാണ് ഇവിടെ എന്ത് ചെയ്ത് പറഞ്ഞത്? എന്താണ്? ഹിജ്റക്ക് കൈഫിയത്ത് ബയാനോ, ഹിജ്റക്ക് കൈഫിയത്ത് ബയാൻ ഹോത്തി ഹേ. എന്താണ്? ബയാൻ ഹോത്തി ഹേ എന്ന് പറഞ്ഞാല് വിരഹത്തിന്റെ അവസ്ഥ എന്ത് ചെയ്യാണ്? വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ എന്താണ്? ആഷിഖ് എന്ത് ചെയ്യുന്ന? ഫിറാഖെ യാറുമേ, യാറിന്റെ കാമുകിയുടെ വിരഹത്തില് ഇല്ലാത്തപ്പോ എങ്ങനെയാണ് രാപ്പകലുകള് കഴിച്ചു കൂട്ടിയത്? കാട്ടന എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്? ഇതാണ് ഇവിടെ എന്ത് ചെയ്തിരുന്നു? വിവരിച്ചു. ഇത്രയും നമ്മൾ നേരെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആകെ 10 വരെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്? എടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച് അതിന് നോട്ട് തയ്യാറാക്കണം. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവില്ലേ? അങ്ങനെ നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന ആ വികാരങ്ങൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? വളരെ മനോഹരമായ വാക്കുകൾ, ഇതിൽ തന്നെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ട് ഒരു 5-6 വരികൾ എന്ത് ചെയ്യണം? നല്ല ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. ഖുദാ ഹാഫിസ്. അസ്സലാമു അലൈക്കും.